പൂർണ്ണമാകുന്നു മത്സരം. ഇന്ത്യ വിജയിക്കുന്നു 96 റൺസിന്. നമുക്ക് ആഘോഷിക്കാമെന്നതിനേക്കാളുപരി വേറൊന്നും പറയാനില്ല. കണ്ണുനീർ കൊഴിയുന്ന കാഴ്ച അഹമ്മദാബാദ് സ്റ്റേഡിയം. നമുക്ക് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇതാ 96 റൺസിന്റെ വിജയം. ഇത് ഇന്ത്യൻ ജേഴ്സിയിൽ അണിയുന്ന ഓരോരുത്തരുടെയും വിജയമാണ്. 1,20,000 കാണികൾ ആ ഗ്രൗണ്ടിലുണ്ട്. ഒരാളെങ്കിലും ഇരിക്കുന്നതായി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നാൽ അപ്പോൾ നിർത്താം ഈ പണി. അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഓരോ കാണികൾക്കും ഈ ഒരു കിരീടം. കാരണം എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 2024 ടൂർണമെന്റ് ജയിച്ചാൽ അടുത്ത വർഷം ഈ ടൂർണമെന്റിൽ ജയിക്കില്ല, ഹോം മത്സരത്തിൽ ഈ ടൂർണമെന്റ് എടുക്കില്ല, 2 വട്ടത്തിൽ കൂടുതൽ ഈ ടൂർണമെന്റിൽ ഒരു ടീമും കപ്പുയർത്തില്ല എന്നുള്ളത്. നോക്കടാ സൂര്യകുമാർ യാദവിന്റെ മുഖം. സ്വാഭാവികമായിട്ടും സന്തോഷ കണ്ണീരിൽ നിൽക്കുകയാണ് ഓരോ കാണികളും. പക്ഷേ നമ്മുടെ മലയാളി താരം, വിഴിഞ്ഞം താരം, തിരുവനന്തപുരം പയ്യൻ സഞ്ജു സാംസന്റെ പേര് പറയാതെ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും ഈ വിജയം? അയാൾ കൊണ്ടുതന്ന സെമി ഫൈനൽ, ഫൈനൽ ബർത്തിൽ നിന്ന് ഇന്നത്തെ മത്സരത്തിൽ പോലും ഏറ്റവും മികച്ച തുടക്കം. വെടിക്കെട്ടുകൾ, പടക്കങ്ങൾ ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ജനത. തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. ഷെഫ് സഞ്ജു കിവി ഫ്രൈ റെഡി. സഞ്ജു നയിച്ചു, ജയിച്ചു ഈ മത്സരം. സഞ്ജു നൽകിയ തുടക്കം അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുകയായിരുന്നു. സാന്റനറിന്റെ അധപതനം. ടോസ് ന്യൂസിലൻഡ് ജയിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ കണ്ടകശനിയാണെന്ന് തോന്നുന്നു ഈ മത്സരത്തിൽ. സാന്റനർ ആകെ ജയിച്ചതും ന്യൂസിലൻഡ് ആകെ ജയിച്ചതും ആ ടോസ് സമയത്ത് മാത്രമാണ്. അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ന്യൂസിലൻഡ് ഇന്ത്യക്ക് മേലൊരു ആധിപത്യം പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതം ഗംഭീറിന്റെ മുഖത്ത് ഒരു റിലീഫ് ഉണ്ട്. സൂര്യകുമാർ യാദവിന് ഇനി ദീർഘശ്വാസം വിടാം. പ്രസ് മീറ്റിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാചകങ്ങൾ പോലും നമ്മൾ എഴുതി തള്ളിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അയാൾക്കും വിടരും സന്തോഷവും ചിരിയും. ഹിസ്റ്ററി ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരിക്കൽ പോലും ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ജയിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ടീം മാറ്റിക്കുറിക്കുന്നു. റിങ്കു സിംഗിനെ നോക്കുക. അയാളുടെ പേര് പറയാണ്ടും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അയാളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും വേഗം കുടുംബത്തിലേക്ക് പോയി അടുത്ത മത്സരം ഇന്ത്യ ഇറങ്ങുന്നതിന് മുമ്പ് ടീം ക്യാമ്പിലേക്ക് തിരികെ എത്തിയ മനുഷ്യനാണ് റിങ്കു സിംഗ്. അയാൾക്കറിയാം അയാൾക്ക് ടീമിൽ സ്ഥാനമില്ല എന്നും. അതറിഞ്ഞിട്ടും അയാൾ ടീമിലേക്ക് ജോയിൻ ചെയ്തു. അയാളുടെ നാഷണൽ ഡ്യൂട്ടി നിറവേറ്റി. അതിനു വേണ്ടിയിട്ടും എഴുന്നേറ്റ് നിന്ന് കയ്യടികൾ കൊടുക്കണം റിങ്കു സിംഗ് എന്ന മനുഷ്യനും. അയാൾ നടത്തുന്ന കമ്മിറ്റ്മെന്റിനും വേണ്ടി ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരും 15 പേരും റിസർവ് ആയിരുന്നപ്പോൾ, തുടക്കത്തിലെ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കായിരുന്നപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഫോൺ കോൾ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മുഹമ്മദ് സിറാജ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.